കാറിന് തീപിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ തീപിടുത്തത്തിനുള്ള കാരണം അത് പെട്രോൾ എന്നാണ് പോലീസ് പറയുന്നത്. പെട്രോൾ എങ്ങനെ കാറിൽ എത്തി എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ കാറിൽ സൂക്ഷിച്ചതാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആകാശ്, എന്താണ് പോലീസ് കണ്ടെത്തൽ? കാരണം ഇത് തുടക്കത്തിൽ ഇതൊരു അപകടമാണെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നീട് ഈ പരിശോധനാ ഫലങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ ഇതൊരു ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാകുന്നു. ഈ യുവതിയുടെ കുടുംബവും ആ രീതിയിൽ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമാണല്ലോ. എന്താണ് പുതിയ കണ്ടെത്തലുകൾ? സേതുലക്ഷ്മി, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഒരു അപകടം, സാധാരണ നിലയിലുള്ള ഒരു അപകടമാണെന്നാണ് ആദ്യത്തെ പ്രാഥമികമായിട്ട് ലഭിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം മാറി ഈ കാറിൽ തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹത നിലനിൽക്കുന്നു. കാരണം കാറിൻ്റെ മുൻവശത്ത് നിന്നോ പിൻവശത്തു നിന്നോ അല്ല തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കാറിൻ്റെ ഉൾവശത്ത് നിന്നാണ്. മറ്റ് ഈ ടാങ്കിന് ലീക്കോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പും കൂടാതെ ഫോറൻസിക്കും ഉൾപ്പെടെ പുറത്തു വന്ന പരിശോധനാ ഫലത്തിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ ഇതിൽ ഏറെ നിർണായകമായിരിക്കുന്ന ഒരു CCTV ദൃശ്യം ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നടുവണ്ണൂരിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഈ യുവതി മരണപ്പെട്ട സോന പെട്രോൾ ഒരു കന്നാസിൽ നിന്ന് വാങ്ങിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇതിലേക്കുള്ള ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പെട്രോൾ വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കൂടാതെ തന്നെ ഈ കാറിൻ്റെ ഉൾവശം എങ്ങനെ ഈ പെട്രോൾ എത്തിച്ചു, അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോറൻസിക് പരിശോധനയുടെ ഫലങ്ങൾ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിലവിൽ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം ഈ കാറിനകത്ത് ഈ പെട്രോൾ ഉള്ളതാണ് ഇത്രയും വലിയൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ്. കൂടാതെ തന്നെ ഇതിൽ ഈ കുടുംബം ആരോപിക്കുന്നത് ഈ യുവാവ് മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സോന ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വടകരയിൽ എത്തി ഒരു ആത്മഹത്യ ഉൾപ്പെടെ ചെയ്യാനുള്ളൊരു ശ്രമമുണ്ടായി. അപ്പോൾ പോലീസാണ് അവിടെ തടഞ്ഞു നിർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതൊരു ദുരൂഹത നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഉൾപ്പെടെ കുടുംബം ആരോപിക്കുകയാണ്. നിലവിൽ റിജിലാൽ, സോനയുടെ ഭർത്താവായിട്ട് റിജിലാൽ 60% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ മൊഴി കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൽ പെട്രോൾ ഉണ്ടായിരുന്നു. വാറിൻ്റെ ഉൾവശത്ത് പെട്രോൾ എത്തിച്ചിരുന്നു. ഇതാണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സോനയാണ് ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് എന്നുള്ളതിന് നിർണായകമായ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഫോറൻസിക്കിന്റെ പരിശോധന ഫലം ഉൾപ്പെടെ വന്നതിന് ശേഷം ഷോർട്ട് സർക്യൂട്ട് ഇല്ല എന്ന കണ്ടെത്തലുകളുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ. സോനയാണ് വന്ന് പെട്രോൾ വാങ്ങുന്നത്. അത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ യുവതിയുടെ കുടുംബമൊക്കെ ആരോപിക്കുന്നത് പോലെ അങ്ങനെ ഒരു അനുമാനത്തിലേക്കൊക്കെ എത്താനേ നമുക്ക് പോലും സാധിക്കുകയും ഒക്കെ ഉള്ളൂ. കാരണം എന്തിന് പിന്നീട് ഇത് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ പെൺകുട്ടിക്ക് മാത്രം, അതും ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട്, ഇപ്പം ഈ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്ന അനുസരിച്ച് ഗർഭിണിയായിരിക്കുന്ന ഒരു യുവതിയെ ഒരിക്കലും ഒരു കാറിൻ്റെ പിൻസീറ്റിലേക്ക് ആരും ഇരുത്തില്ല, മുൻവശത്തായിരിക്കും അവരെ ഇരുത്താറ്. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി പിൻസീറ്റിലാണ്. മറ്റിടത്തൊന്നും പ്രശ്നമുണ്ടാകാതെ അവിടം കത്തുന്നു, ഈ പെൺകുട്ടി മരണപ്പെടുന്നു. അപ്പോൾ സർവത്ര ദുരൂഹതയാണ്. തീർച്ചയായും സേതുലക്ഷ്മി, ഈ യുവതി എന്ന് പറയുന്നത് എപ്പോഴും മുൻസീറ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അന്ന് പിൻസീറ്റിൽ ഇരുന്നത്? പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. 6 മാസം ഗർഭിണിയാണ്. അതിനാൽ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു എന്നുൾപ്പെടെയായിരുന്നു തുടക്കത്തിൽ നമ്മൾ ഉൾപ്പെടെ നൽകിയിരുന്നത്. എന്നാൽ ഇതിലൊരു ദുരൂഹത തെളിയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയിലെ ഇന്ധന ടാങ്കിന് ചോർച്ചയോ മറ്റ് ഷോർട്ട് സർക്യൂട്ടോ ഇല്ലാതെ വാഹനത്തിൻ്റെ ഉൾവശം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടാവുക ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ഈ യുവതി പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ കന്നാസിൽ വാങ്ങി വണ്ടിയിൽ എത്തിച്ചു. പിന്നീട് നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളതാണ് ഇനി കൂടുതൽ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും, പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ വാഹനത്തിനകത്ത് ഈ പെട്രോൾ ഉണ്ടായിരുന്നു. ഈ പെട്രോളിൽ നിന്നാണ് തീ പടർന്നിരിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇത് ഫോറൻസിക് ഫലങ്ങൾ
വിവരങ്ങൾ വന്നത് ശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത ഉണ്ടാവൂ എന്നതാണ്. കൂടാതെ തന്നെ ഈ യുവാവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കുടുംബം വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അത് മറ്റൊരു യുവതിയുമായി ഇയാൾക്കൊരു അടുപ്പമുണ്ടായിരുന്നു, അത് ഈ യുവതിക്ക് അറിയാമായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഈ യുവതി ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു സർവത്ര ദുരൂഹതയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ വിഷയങ്ങളൊക്കെ മറന്നീങ്ങി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ ഈ എപ്പോൾ പറയുന്ന കാര്യം ഇന്ധന ടാങ്കിന് ചോർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എങ്ങനെ ഇതിൽ തീ പിടിച്ചു എന്നുള്ളത്. ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ആദ്യം ഈ ദൃശ്യങ്ങൾ ലഭിച്ചത് ന്യൂസ് മലയാളത്തിനാണ്. ആദ്യം പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിച്ചതും ന്യൂസ് മലയാളമാണ്. അപ്പം ഈ പെൺകുട്ടി സോന അവിടെ നിന്ന് പോയി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങുന്നുണ്ട്. ഇത് ആസൂത്രണമായ ഒരു കൊലപാതകമോ അതോ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ആത്മഹത്യക്ക് ശ്രമിച്ചതോ എന്താണ് വിഷയമെന്നുള്ള കാര്യം അറിയില്ല. പരിശോധിക്കട്ടെ, പോലീസ് അന്വേഷണം നടക്കട്ടെ.